നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ 8:30 ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴ രേഖപ്പെടുത്തി. കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷനിൽ നിന്നാണ് 5 സെന്റിമീറ്റർ. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് 35.2 ഡിഗ്രി സെന്റിഗ്രേഡ്. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് 23.4 ഡിഗ്രി സെന്റിഗ്രേഡ്. കേരളത്തിൽ ജൂൺ 1 മുതൽ ഇന്ന് വരെ ലഭിച്ച ആകെ മൺസൂൺ മഴ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ 47% കുറവാണ്. ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കുറവ് മഴയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. പടിഞ്ഞാറ് മധ്യ ബംഗാൾ ഉൾക്കടലിനും അതിന് സമീപമായിട്ടുള്ള ആന്ധ്രാപ്രദേശ് തീരത്തിലുമായി സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി ഇന്ന് കാണപ്പെടുന്നു. മറ്റൊരു ചക്രവാത ചുഴി റായലസീമയ്ക്കും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമായി സമുദ്രനിരപ്പിൽ നിന്ന് 4.5 കിലോമീറ്റർ ഉയരത്തിൽ ഇന്ന് കാണപ്പെടുന്നു. കേരളത്തിൽ വരുന്ന 7 ദിവസങ്ങളിലും വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ വരുന്ന 5 ദിവസങ്ങളിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനുശേഷമുള്ള 2 ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ജൂൺ 18 മുതൽ 20 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ ജൂൺ 21, 22 എന്നീ തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്യന്തം കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രധാനമായും വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ വരുന്ന 3 ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന 3 ദിവസങ്ങളിലും കർണാടക തീരത്ത് വരുന്ന 2 ദിവസങ്ങളിലും ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല. കർണാടക തീരത്ത് ജൂൺ 20 മുതൽ 22 വരെയും കേരള തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും ജൂൺ 21, 22 എന്നീ തീയതികളിലും പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വരുന്ന 5 ദിവസങ്ങളിൽ മാന്നാർ കടലിടുക്ക് ഭാഗത്തും തെക്കൻ തമിഴ്നാട് തീരത്തിലും പ്രക്ഷുബ്ധമായ കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്.